മാൾഡ സംഘർഷത്തിലെ അന്വേഷണം NIA-ക്ക് കൈമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നടപടി. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനങ്ങളാണ് സർക്കാരിന് നേരെ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരിടമാണ് ബംഗാൾ എന്നതടക്കം രൂക്ഷമായ വിമർശനങ്ങൾ. അതിനു പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയും വന്നിരിക്കുകയാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ? SIR-മായി ബന്ധപ്പെട്ട നടപടികൾക്കിടെയാണ് ഇന്നലെ രാത്രി 8 ജില്ലാ ജഡ്ജിമാരടക്കമുള്ളവരെ മാൾഡയിൽ ഒരു സംഘം തടഞ്ഞു വെച്ചത്. മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പോലീസെത്തിയാണ് അവരെ ബോധിപ്പിച്ചത്. ഇത് സുപ്രീം കോടതിയിൽ SIR പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ മുന്നാകെ ഇത് വരികയും രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി അയച്ചുവിടുകയും ചെയ്തത്. കേന്ദ്ര പോലീസിനെ വിന്യസിക്കാനും പോലീസിനോട് കർശന നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ച കോടതി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇത് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകാനും ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ NIA-ക്ക് ഈ കേസ് കൈമാറിയിരിക്കുന്നത്. അതായത് UAPA ചുമത്തിയുള്ള കേസന്വേഷണമായിരിക്കും വരാൻ പോകുന്നത് എന്ന് ഉറപ്പായിട്ടുണ്ട്. നാളെ രാവിലെ NIA സംഘം ബംഗാളിലെത്തും. മാൾഡയിലെ സംഭവസ്ഥലം സന്ദർശിക്കും. മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടേതടക്കമുള്ള പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണിയുടെ സഖ്യകക്ഷിയാണ് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്. ഇവരുടെ ഒരു നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ അവിടെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്.